പാലക്കാട് എം.എൽ.എ. രമേശ് പിഷാരടിയും മുഖ്യമന്ത്രി വി.ഡി. സതീശനും തമ്മിൽ അത്ര മികച്ച ബന്ധമല്ല. അത് യാഥാർത്ഥ്യമാണ്. കാരണം ഒന്നു മാത്രം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് പിഷാരടി പിന്തുണച്ചത് കെ.സി. വേണുഗോപാലിനെയാണ്. ഷാഫി പറമ്പിൽ എം.പി. കെ.സിക്ക് വേണ്ടി ഇറങ്ങിക്കളിച്ചപ്പോൾ പിന്തുണച്ച എം.എൽ.എമാരിൽ ഒരാളായിരുന്നു രമേശ് പിഷാരടി. പാലക്കാടേക്ക് പിഷാരടിയെ രംഗത്തിറക്കിയത് തന്നെ ഷാഫി പറമ്പിൽ നേരിട്ടാണ്. പല പേരുകളും പാലക്കാട് ഉയർന്നു കേട്ടപ്പോഴും രമേശ് പിഷാരടിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന് ഷാഫി പറമ്പിൽ കട്ടായം പറയുകയായിരുന്നു. നേരത്തെ മുൻ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് ഷാഫി പറമ്പിലും രാഹുലും വി.ഡി. സതീശനുമായി അകന്നത്. പിന്നാലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വി.ഡി. സതീശനെ അനുകൂലിക്കരുതെന്ന നിർദ്ദേശമാണ് തന്റെ അടുപ്പക്കാരായ എം.എൽ.എമാർക്ക് ഷാഫി നൽകിയത്. AICC നിരീക്ഷക സംഘം കേരളത്തിലെത്തിയപ്പോൾ നിഷ്പക്ഷമായ മറുപടിയാണ് പിഷാരടി എം.എൽ.എ. നൽകിയത്. എന്നാൽ കെ.സിക്ക് പിന്തുണ നൽകാൻ പിന്നീട് രമേശ് പിഷാരടി തീരുമാനിച്ചതോടെയാണ് വി.ഡി. സതീശനുമായി അകന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കസേര ലഭിക്കാതിരുന്ന രമേശ് പിഷാരടിയുടെ നിസ്സഹായത പുറത്തു വന്നിരുന്നു. ചടങ്ങുകൾ പാതിയാക്കിയാണ് അന്ന് രമേശ് പിഷാരടി മടങ്ങിയത്. പിന്നീട് എറണാകുളം പൗരാവലി നൽകിയ സ്വീകരണ ചടങ്ങിലാണ് വി.ഡി. സതീശനും രമേശ് പിഷാരടിയും കണ്ടുമുട്ടിയത്. മമ്മൂട്ടി ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ സംസാരിച്ച രമേശ് പിഷാരടി വി.ഡി. സതീശനെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. ജനങ്ങൾ വാദിച്ച് നേടിയെടുത്തതാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയെ എന്നായിരുന്നു പിഷാരടിയുടെ കമന്റ്. എം.എൽ.എമാർ പിന്തുണച്ചില്ലെങ്കിലും മുഖ്യമന്ത്രിയാകുമെന്നാണോ പാലക്കാട് എം.എൽ.എ. ഉദ്ദേശിച്ചതെന്നും വ്യക്തമല്ല. എന്തായാലും രണ്ട് ജനപ്രതിനിധികളും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മഞ്ഞുരുകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആ വീഡിയോ കൂടി ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. ചലച്ചിത്ര മേഖലയിൽ നിന്നും ഈ ചടങ്ങിന് വന്ന ഒരു അതിഥിയല്ല ഞാനെന്നും ഈ ചടങ്ങിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ആതിഥേയനായെന്നും ഉള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും ഈ സർക്കാരിന് നേരുന്നു. ഒപ്പം ഈ വലിയ വിജയം സമ്മാനിച്ച് ജനങ്ങളോടുള്ള നന്ദി ആത്മാർത്ഥമായി അറിയിക്കുന്നു. ക്ഷണം സ്വീകരിച്ചെത്തിയ ചലച്ചിത്ര മേഖലയിൽ നിന്നും എത്തിയ മമ്മൂക്ക, ചാക്കോച്ചൻ, വേദിയിലിരിക്കുന്ന മറ്റെല്ലാവരോടും ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ജനാവലിയോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. ഏറ്റവും ജനകീയനായിക്കൊണ്ട് നമ്മൾ ഇത്രയധികം ജനങ്ങൾ സംസാരിച്ച് വാദിച്ച് നേടിയെടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു ധൈര്യം പലപ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴോ പ്രചരണത്തിൻ്റെ സമയത്തോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴോ നടന്നപ്പോഴോ റിസൾട്ട് വന്നപ്പോഴോ നമ്മൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഏറ്റവും ജനാധിപത്യമായി ഏറ്റവും സുദീർഘമായ ചർച്ചകൾ നടത്തി ആരാണ് കേരളത്തിൽ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാത്തത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാൾ കേരളത്തിൽ ഉണ്ടാകില്ല. 3.5 കോടി മലയാളികളും അഭിപ്രായം പറഞ്ഞ ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ ജനപ്രതിനിധിയായിരിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യമായി കരുതുന്നു. ഒരിക്കൽ കൂടി അവർക്ക് നന്ദി.